ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണെ. അങ്ങനെ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ സച്ചിയും അരുണും കൂടെ തമ്മിൽ ഭയങ്കര യുദ്ധമായിരുന്നു എന്ന്. ഏതായാലും യുദ്ധത്തിനൊടുവിൽ നമ്മുടെ രേവതി കാര്യങ്ങളൊക്കെ രവീന്ദ്രനോട് പറഞ്ഞു കൊടുത്തു. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, നമ്മുടെ ദേവുവിന്റെ മാനസിക നില തന്നെ തെറ്റിപ്പോകും, ദേവുവിന് എന്തെങ്കിലും സംഭവിച്ചു പോകും എന്നൊരു പേടി ശരത്തിനും അതുപോലെ നമ്മുടെ രേവതിക്കൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാലചന്ദ്രനോട് ഇത് പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, ഞാനൊന്ന് സംസാരിച്ച് നോക്കാം, ഇതെന്തിനാ അവൻ ഇത്ര വാശി പിടിക്കുന്നത്, അവർക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അവര് കല്യാണം കഴിക്കട്ടെ, സ്വാഭാവികം എന്ന് നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു. ഓക്കെ, എന്നാ പിന്നെ നമ്മുടെ രേവതി അങ്ങനെ ഒന്ന് ആശ്വസിച്ച് നിൽക്കുകയാണ്, ആശ്വസിച്ചിരിക്കുകയാണ്. ഇനിയിപ്പം അച്ഛനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലായി. അങ്ങനെ സച്ചി വീട്ടിലെത്തി കേട്ടോ. സച്ചി വീട്ടിലെത്തിയത് വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെയാണ്. കാരണം അറിയാലോ, രേവതി അവിടെ വെച്ച് നമ്മുടെ സച്ചിനെ സപ്പോർട്ട് ചെയ്തൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ ആരുണിനെ സപ്പോർട്ട് ചെയ്തും സംസാരിച്ചില്ല. എന്നിരുന്നാൽ പോലും സച്ചിനെ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ ഒരു സങ്കടവും നീരസവും ഒക്കെ നമ്മുടെ സച്ചിക്ക് കാണുമല്ലോ. അപ്പൊ സച്ചി വന്ന ഉടനെ തന്നെ വലിയ തെളിവോ മിണ്ടാട്ടോ ഒന്നും ഇല്ല. ഇപ്പൊ രവീന്ദ്രന് കാര്യം അറിയാമെന്ന് സച്ചിക്ക് അറിയത്തുമില്ല. അങ്ങനെ സച്ചി കയറി വന്ന ഉടനെ തന്നെ, എടാ സച്ചി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും എന്താ അച്ഛാന്ന് ചോദിച്ചു. ഇനിയിപ്പോ ഓട്ടം പോകുന്ന കാര്യം വല്ലതും ആണെങ്കിൽ വേണ്ട, അത് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അത് ഞാൻ പറഞ്ഞതല്ലേ അച്ഛനോട്, അച്ഛന് ഇപ്പം അത്രയ്ക്ക് റിസ്ക് ഒന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നിസ്സാര പണിയൊന്നും അല്ല, കുട്ടികളെ കറക്റ്റ് സമയത്ത് കൊണ്ടുവിടണം, കൊണ്ടാക്കണം, ഇപ്പം ടെൻഷനും കാര്യങ്ങളൊക്കെ വരാനൊന്നും പാടില്ല, അതുകൊണ്ട് അച്ഛൻ വെറുതെ ആ കാര്യത്തിന് എന്നോട് വാശി പിടിച്ച് വരണ്ട, ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞപ്പിച്ചോ. എടാ അതൊന്നും അല്ലടാ, എനിക്ക് ഇതിനോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. അല്ല, ദേവുവിന് എന്തോ പറ്റിയെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അവള് ഹോസ്പിറ്റലിലായിരുന്നു. രേവതി പറഞ്ഞായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, രേവതി എന്നോട് പറഞ്ഞു, അത് മാത്രമല്ല രേവതി എന്നോട് വേറെ കുറെ കാര്യമൊക്കെ പറഞ്ഞു. എന്തുവാടാ സച്ചി മോനെ, നീ ഇങ്ങനെ തുടങ്ങേണ്ട വല്ല ആവശ്യമുണ്ടോ? അതും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ മസിൽ പിടിച്ച് ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിലേ ആ കല്യാണം അങ്ങ് നടത്തി കൊടുക്കടാ, അതല്ലേ ചെയ്യേണ്ടത്. വേണ്ടപ്പെട്ടവരും നമ്മളൊക്കെ കൂടി ആ കല്യാണം അങ്ങ് നടത്തി കൊടുക്ക്. രണ്ടു പേർക്ക് ഇഷ്ടമാണെങ്കിൽ അവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നതിന് എന്താ ഇത്ര പ്രയാസം ഇരിക്കുന്നത്? നീ അല്ലേ അശോകന്റെ മോളുടെയും അതുപോലെ ആ ചെറുക്കനെയും വിളിച്ചോണ്ടൊക്കെ വന്ന് കല്യാണമൊക്കെ നടത്തി കൊടുത്തത്, പിന്നെ എന്താടാ നിനക്ക് പ്രശ്നം ദേവുവിന്റെ കല്യാണം നടത്തി കൊടുക്കുന്നതിന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ സച്ചി പറഞ്ഞു, ഇതേ പൊന്നാര മരുമോള് പറഞ്ഞു തന്നായിരിക്കൂലേ, ഇത് രേവതിയുടെ ഐഡിയ ആയിരിക്കും അല്ലേ, എനിക്കറിയാം, അച്ഛനെ കൊണ്ട് എന്നെ സമ്മതിപ്പിക്കുക എന്നത് അവളുടെ ഐഡിയ തന്നെയാണെന്ന് എനിക്കറിയാന്ന് പറഞ്ഞപ്പോ, ഇത് അവളുടെ ഐഡിയ ഒന്നും അല്ല, ഇന്ന് അവള് താമസിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ എവിടെ പോയതാണെന്ന് ഞാൻ ചോദിച്ചപ്പോ അവള് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞതാ, അല്ലാതെ നിന്നെ കൊണ്ട് ഇത് പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, പിന്നെ അവളല്ലായിരിക്കണം. ദേ അച്ഛാ, ഞാനൊരു കാര്യം പറയാം, ഇതാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം ഞാൻ നടത്തത്തില്ല. അച്ഛനറിയാലോ, ഞാനേ വെറുതെ പോലീസ് സ്റ്റേഷനിൽ കയറിയത് എത്ര തവണയാണെന്ന്. അതും അവൻ കാരണം, അരുൺ പോലീസ് കാരണം. അവനെ മനസാക്ഷി ഇല്ലാത്തവനാ, അവൻ വഞ്ചകനാ, നീചകനാ. അവനെ ദേവുവിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതൊന്നും നടക്കണ കാര്യമല്ല. അറിയാലോ ദേവുവിന്റെ കാര്യം, അതൊരു പാവം പെങ്കൊച്ചല്ലേ, അവരുടെ വീട്ടിൽ ഞാനല്ലേ ഉള്ളൂ ഇനി കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പം പറയുകയും നോക്കുകയും കാണുകയും ഒന്നും ചെയ്യാതെ പെട്ടെന്ന് ഒരുത്തനെ കൊണ്ട് വിവാഹം നടത്തി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റേ ഈ പറയുന്ന എല്ലാവരും എന്റെ മെക്കിട്ട് കയറും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞത്. ഒരു മനസാക്ഷി ഇല്ലാത്ത, ഒരു നേരും നെറിയും ഇല്ലാത്ത ഒരുത്തനെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനൊക്കെ കേസ് വിടാൻ പറഞ്ഞു. മോനെ സച്ചി, നീ ഒരു കാര്യം ഓർക്ക്, നീയോ അരുണോ അല്ല ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത്, അതുപോലെ കുടുംബക്കാരൊന്നും അല്ല ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത്. ഒരു പ്രശ്നം വരുമ്പം അവര് ഭാര്യയും ഭർത്താവും അല്ലേ ഒരുമിച്ച് ജീവിക്കുകയും പ്രശ്നങ്ങൾ നേരിടുകയൊക്കെ ചെയ്യേണ്ടത്. ഇപ്പം ദേവുവിന് അവനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാനും സ്നേഹിക്കുവാനും രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെടുവാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ടേക്ക് ജീവിക്കുവാനുള്ള ഒരിത് കാണും. ഈ പറയുന്ന ദേവു എട്ടും പൊട്ടും തിരിയാത്ത പെങ്കൊച്ചൊന്നും അല്ലല്ലോ, അവക്ക് കാര്യവിവരവും ബോധവും ഒക്കെ ഉള്ളൊരു പെങ്കൊച്ച. ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ രേവതിനേക്കാൾ കൂടുതലും അവക്ക് കാര്യവിവരങ്ങളും അതുപോലെ വിദ്യാഭ്യാസവും അറിവും ഒക്കെ ഉണ്ട്. അപ്പം അവക്ക് അവളുടെ കാര്യവും നോക്കാനും എടുക്കാനും ഒക്കെ അറിയാലോ. അങ്ങനെ ഒരു ചെറുക്കനെ സ്നേഹിക്കത്തില്ല എന്ന് ഉറപ്പല്ലേ ദേവു? ഒരിക്കലും ദേവു അങ്ങനെ നോക്കുകയും കാണുകയും ചെയ്യാതെ ഒന്നും ചെയ്യത്തില്ല.
അത് വെറുതെ അല്ല മോനെ ഞാൻ ഈ പറയുന്നത്. നീ ഒന്ന് മനസ്സിലാക്കുക. നിനക്ക് എന്തെങ്കിലും വാശിയും വൈരാഗ്യവും അവന് ചിലപ്പം അവനോട് കാണുമായിരിക്കും. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വൈരാഗ്യവും കാണുമായിരിക്കും. ആ വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ട് എന്തിനാ വെറുതെ അവളുടെ ആഗ്രഹത്തെ ഇല്ലാതാക്കി കളയുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ദേ അച്ഛൻ ഇനി ഇതിനെക്കുറിച്ച് പറയരുത്. ഞാൻ പറഞ്ഞതാണ്, ഈ വിവാഹം ഞാനായിട്ട് നടത്തി കൊടുക്കത്തില്ല. വേണമെങ്കിൽ അച്ഛൻ നടത്തി കൊടുത്തോ. അച്ഛൻ നടത്തി കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. അച്ഛൻ നടത്തി കൊടുക്ക്. ഒരിക്കലും അരുൺ ഈ പറയുന്ന ദേവുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാൻ ഞാൻ അവിടെ ഉണ്ടാവത്തില്ല. താലി കെട്ടുന്നത് മാത്രമല്ല, പിന്നെ ഒരിക്കലും ഞാന് രേവതിയുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഉണ്ടാവത്തില്ല. ഒരു ഒരു കാരണവശാലും ഞാൻ ആ വീടിന്റെ പടി ചവിട്ടത്തില്ല. ഇത് ഞാന് അച്ഛനോട് മാത്രമല്ല, രേവതിയോടും അതുപോലെ രേവതിയുടെ അമ്മയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഞാൻ സംസാരിച്ചല്ലോ, ഇതിൽ കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കൂടത്തില്ല. പിന്നെ രേവതി പോവുകയോ അച്ഛൻ പോവുകയോ ആരെങ്കിലും ഈ വിവാഹം നടത്തി കൊടുക്കുകയോ ചെയ്തോ. എനിക്കിത് മാത്രമേ പറയാനുള്ളൂ എന്ന് പറയുമ്പോ, എടാ നീ പങ്കെടുക്കാതെ ഇപ്പം ദേവുവിന്റെ അമ്മ അല്ലെങ്കിൽ രേവതിയുടെ അമ്മ ഈ വിവാഹം നടത്താൻ സമ്മതിക്കില്ലെന്നല്ലേ പറയുന്നത്. അപ്പം അതിനെന്ത് പ്രസക്തിയാണ് ഇരിക്കുന്നത്? നീ ചെല്ലാതെ അവര് നടത്തത്തില്ല എന്ന് പറയുന്നു. എടാ മോനെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഇപ്പം നീയും അരുണും തമ്മിലുള്ള ബന്ധം വേണ്ടച്ച. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട, നിർത്തിക്കോ. ഞാൻ പറഞ്ഞല്ലോ, ഒരവസാന വാക്കാ സച്ചി പറഞ്ഞത്. സച്ചിയുടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മാറില്ല. അത് ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പോകുന്നില്ല. ഇതെന്റെ അവസാന വാക്കാണ്, അതൊരിക്കലും മാറ്റം ഉണ്ടാവില്ല. ഇനി രേവതി എന്നല്ല, ദൈവം തമ്പുരാൻ വന്നു അച്ഛനോട് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അങ്ങ് കയറി പോയി കേട്ടോ. ഏതായാലും രവീന്ദ്രൻ നേരെ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, മോളെ പറ്റില്ല മോളെ, ഞാൻ അവനെ കൊണ്ട് പഠിച്ച പണി 18 സമ്മതിപ്പിക്കാൻ നോക്കിയതാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ പറ്റത്തില്ലെന്ന്. സച്ചേട്ടൻ ഹമ്പിനും മില്ലിനും അടുക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായതാണ്. എന്താണെന്ന് അറിയില്ല സച്ചേട്ടൻ ഇങ്ങനെ. ഒരുപക്ഷെ ഈ പറയുന്ന അരുണിന്റെ സ്വഭാവവും നമുക്കും പൂർണ്ണമായിട്ട് അറിയത്തൊന്നുമില്ല. എന്നാലും എനിക്ക് ദേവുവിന്റെ സങ്കടം കാണുമ്പോഴേ സഹിക്കാനായിട്ട് പറ്റണില്ല. അവൾ അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അച്ഛാ. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നത്. അതുപോലെ അമ്മയ്ക്കും ആ വിവാഹം നടത്തി കൊടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ സച്ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടേ ഈ വിവാഹം നടത്തി കൊടുക്കാനായിട്ട് അമ്മയും തയ്യാറാകുന്നില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും, ഒരു കാര്യം ചെയ്യുക, പ്രാർത്ഥിക്കാം. എന്തെങ്കിലും അത്ഭുതം നടക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ വേറൊരു വഴിയില്ലല്ലോ എന്നിങ്ങനെ നമ്മുടെ ബാലചന്ദ്രനല്ലേ, സോറി, രവീന്ദ്രനും പറഞ്ഞു കേട്ടോ. ഈ സമയത്ത് സച്ചി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിങ്ങ് വരിക. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു, അച്ഛനോട് നീ പഠിച്ച പണി 18 പയറ്റിയല്ലേ? അച്ഛനോട് നീ പറഞ്ഞല്ലേ? എടി ദേ വെറുതെയാ. ആരൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും അവരുണ്ടല്ലോ ആരും ദുഷ്ടനാ, ദുഷ്ടൻ. അവനെ കൊണ്ട് ഒരിക്കലും എന്റെ അനിയത്തിനെ ഞാൻ കല്യാണം കഴിപ്പിക്കാൻ സമ്മതിക്കില്ല രേവതി. അവള് നിന്റെ അനിയത്തിയായിരിക്കാം ജന്മം കൊണ്ടൊക്കെ, പക്ഷേ അവളെ ഇപ്പൊ എന്റെ അനിയത്തിയാ. അവളെ ഒരു കുഴിയിലേക്ക് തള്ളിച്ചാടിച്ചു വിടാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. എന്റെ ശ്രീകാന്തിന്, അല്ലെങ്കിൽ എന്റെ ഏട്ടൻ സുധിക്ക്, അതുപോലെ എന്റെ ശ്രീകാന്തിന്റെ ഭാര്യ വർഷയ്ക്ക്, ഇവർക്കൊക്കെ എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ മുന്നിൽ നിൽക്കാൻ ഞാനല്ലേ ഉള്ളൂ. അതുപോലെ രേവതി, ദേവുവിനും എന്തെങ്കിലും ആപത്തൊക്കെ വന്നാലേ, അവൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാല് പറഞ്ഞ് തിരുത്തി മനസ്സിലാക്കി കൊടുക്കാൻ ഞാനേ ഉള്ളൂ. അതുപോലെ നീയും അതിനൊപ്പം നിൽക്കേണ്ടതാ. നീ അതുകൊണ്ട് അതിനൊപ്പം നിൽക്കാൻ നോക്ക്. അല്ലാതെ ഈ പറയുന്ന അരുണിനെ സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ട് രേവതി, ഇത് ഉതകത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നടത്തിക്കൊടുത്തോ, ഞാൻ കാണത്തില്ല ഈ വിവാഹ ബന്ധത്തില്. ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ആകെപ്പാടെ മൊത്തം സീൻ വഷളായി കേട്ടോ. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരത്തിനെയും ദേവുവിനെയാണ്. അപ്പം ദേവു ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഡിസ്ചാർജ് ഒക്കെ ആയി ദേവു. അപ്പം ഡോക്ടർ പറഞ്ഞു ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇനി വേണ്ട, ടെൻഷൻ വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ലക്ഷ്മിയും കൂടുതൽ പറയാനൊന്നും നിൽക്കുന്നില്ല ഇപ്പം ദേവുവിനോട്. നമ്മുടെ ശരത്ത് ദേവിനോട് സംസാരിക്കുന്നുണ്ട്. ദേവേച്ചി വിഷമിക്കൊന്നും വേണ്ട, രേവതി ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ വെയിറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കും, ഉറപ്പാ സച്ചേട്ടൻ സമ്മതിക്കും. അങ്ങനെ സച്ചേട്ടൻ സമ്മതിക്കാതെ ഇരിക്കത്തൊന്നുമില്ല. പിന്നെ ഞാൻ ഇന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ അങ്കിളിനോട് സംസാരിക്കട്ടെ, അപ്പൊ അങ്കിള് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ സമ്മതിക്കും എന്ന്. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ദേവുവിനും കുറച്ചൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ മനസ്സിലെ. രവീന്ദ്രൻ അങ്കിള് പറഞ്ഞാൽ സമ്മതിക്കായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്.
ഇപ്പോഴും അല്ല സോറി അപ്പോഴും നമ്മുടെ ലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട്, ശരത്തെ നീ അവളുടെ മനസ്സിൽ വേണ്ടാത്ത ഒന്നും കയറ്റി വെപ്പിക്കരുത്. കാരണം സച്ചി ഇതിന് സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. സച്ചി സമ്മതിക്കാത്ത പക്ഷം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കത്തില്ല. സച്ചി എപ്പോൾ സമ്മതിക്കുന്നോ അപ്പൊ നമുക്കിത് നടത്താം. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ വാശി പിടിച്ചിരിക്കുന്നവർ വാശി പിടിച്ചിരിക്കത്തേ ഉള്ളൂ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അപ്പോഴും ഉറച്ച സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ സച്ചിയുടെ പക്ഷം തന്നെ ചേർന്നിട്ട് സച്ചി സമ്മതിക്കാത്തത് കൊണ്ട് നടത്തില്ല എന്ന് ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവിടെ വലിയ വിഷയമായിട്ട് കിടക്കുവാണല്ലോ നമ്മുടെ ശ്രുതിയുടെ മകന്റെയും ശ്രുതിയുടെ അമ്മയുടെ ഒക്കെ കാര്യം. അപ്പം എങ്ങനെയായാലും രണ്ടാമത്തെ ദിവസം സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം ആദ്യത്തെ ദിവസം സ്കൂളിൽ ചെന്നില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് മാനേജർ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റിയില്ല, നാളെ വരും എന്ന് തന്നെയാണ് നമ്മുടെ ശ്രുതി ആ സ്കൂളിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം ശ്രുതി മീരയോട് പോയി സംസാരിക്കുന്നുണ്ട് കേട്ടോ ഈ വക കാര്യങ്ങളൊക്കെ. അപ്പം മീര ആണേലും പറയുന്നുണ്ട്, ഇനിയിപ്പൊ നീ ഒരു കാര്യം ചെയ്യാൻ, നീ പോകണ്ട, നിന്റെ അമ്മേനെ തന്നെ പറഞ്ഞു വിട, അമ്മ തന്നെ പോകട്ടെ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആദിമോനോട് കുറെ കാര്യങ്ങളൊക്കെ ശ്രുതി പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കലും സച്ചിയുടെ മുമ്പിൽ ചെന്ന് നീ പെടരുത് മോനെ, അങ്ങനെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടേ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ കൊച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അമ്മ സച്ചേട്ടനെ പേടിക്കുന്നത്, സച്ചിയങ്കിളിനെ പേടിക്കുന്നത് എന്തിനാണ് അമ്മ, എന്തിനാ സച്ചിയങ്കിൾ, ഞാൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, എന്തിനാ അമ്മ സച്ചിയങ്കിളിനെ പേടിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുക. ഈ ചോദ്യം കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് അങ്ങ് എന്തോ പോലെയായി പോവുക. എന്തിനാണ് സച്ചിയങ്കിളിനെ പേടിക്കുന്നത് ആ കൊച്ചു ചോദിച്ചതിൽ എന്താ പറയാ, ഒരു കുറ്റം പറയാനില്ല. കാരണം വെറുതെ ഒരാളെ പേടിക്കത്തില്ലല്ലോ. അപ്പം നമ്മുടെ ശ്രുതിയുടെ അമ്മ പെട്ടെന്ന് ആദിമോനോട് പറഞ്ഞു, അത് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, മോൻ കുട്ടിയല്ലേ, മോനിപ്പൊ അറിയാം, കൊച്ചിനോട് പറഞ്ഞാൽ മനസ്സിലാകാൻ പറ്റാത്ത കാര്യങ്ങളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എന്നോട് പറഞ്ഞ് മനസ്സിലാകാത്ത എന്ത് കാര്യമാണ് ഉള്ളത്, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, എന്നോട് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ, ആ കാരണമല്ലേ ഞാൻ ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി കുഞ്ഞിനോട് ദേഷ്യപ്പെടുക. നീ മിണ്ടാതിരിക്കുക, നീ എന്തിനാ ഈ വക കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്, നീ ഇപ്പൊ പഠിക്കുക, സ്കൂളിൽ പോവുക, പഠിക്കാൻ വേണ്ടിയാണ് സ്കൂളിൽ പോകുന്നത്, കളിക്കാൻ വേണ്ടിയല്ല, നീ വെറുതെ പുറത്തൊന്നും ഇറങ്ങി നടക്കരുത്, അമ്മ വരാതെ നീ സ്കൂളിനകത്ത് നിന്ന് ഇറങ്ങുകയോ ചെയ്യരുത്, അമ്മ വന്ന് വൈകിട്ട് കൂട്ടിക്കൊണ്ട് വരാൻ അമ്മ വരുമ്പോൾ മാത്രമേ നീ സ്കൂളിന്റെ അകത്തുനിന്ന് ഇറങ്ങാൻ പാടുള്ളൂ, അല്ലാതെ നീ സ്കൂളിന്റെ അകത്തുനിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടും കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക്, ഇതെന്താ പട്ടാള ഭരണമോ, എനിക്ക് സ്കൂളിൽ പോയി കളിക്കുകയും എടുക്കുകയൊന്നും വേണ്ടേ, ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രമാണ് സ്കൂളിൽ പോകുന്നത്, സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ പഠനം മാത്രമല്ല സ്കൂളിൽ കളിക്കുകയോ എടുക്കുകയോ ഒക്കെ വേണമെന്ന്, നിന്നോടല്ല പറഞ്ഞത് മിണ്ടാതിരിക്കാനായിട്ട്, നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി, ഇല്ലെങ്കിൽ നോക്കിക്കോ ഞാൻ ഇവിടുന്ന് നിന്നെ വീണ്ടും പഴയ സ്കൂളിൽ കൊണ്ട് ചേർക്കും എന്ന് പറഞ്ഞപ്പം, ചേർത്തോ എനിക്ക് കുഴപ്പമില്ല, ഇതിലും ഭേദം ഇത് തന്നെയാ അമ്മേ നല്ലത്, ഞാൻ പഴയ സ്കൂളിൽ പൊക്കോളാം, അവിടെ ആവുമ്പം എനിക്ക് പേടിക്കണ്ടല്ലോ എന്ന് നമ്മുടെ ആദി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, നീ കൊച്ചിനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, നീ അവനോട് ദേഷ്യപ്പെടാതിരിക്കുക, അവൻ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി എടുക്കാം, എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാം, നീ ചുമ്മാ ദേഷ്യപ്പെടരുത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രുതിയോട് പറയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ തന്നെ കുട്ടിയോട് പറയുന്നുണ്ട്, നീ സച്ചിയങ്കിളിനെ കണ്ടാൽ മിണ്ടരുത്, അത് ശരിയല്ല, അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മോനെ, അതുകൊണ്ടാണ് നിനക്ക് കുറച്ച് അറിവാകുമ്പോഴത്തേക്കും ഞാൻ നിനക്ക് പറഞ്ഞു തന്നോളാന്ന് പറയുമ്പോൾ, സച്ചിയങ്കിള് പാവമല്ലേ, രേവതി ആന്റിയും പാവ, എനിക്ക് അവർ ഒരുപാട് ഇഷ്ടമാ, അവരൊക്കെ പാവ, നിനക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാം, നിനക്ക് അവരെയാണോ ഇഷ്ടം അതോ നിന്റെ അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എന്റെ അമ്മയെ അവരെക്കാളും ഇഷ്ടം, അപ്പൊ പിന്നെ അമ്മ പറയുന്നത് കേൾക്കണ്ടേ നമുക്ക് എന്നൊക്കെ പറഞ്ഞ കുട്ടീനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാണ്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കി